ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. 3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 4 ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് ചക്ക വെച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്ക ഞാൻ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് തുള്ളി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതാ 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതൊരു ചക്കയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ ഒരു തേങ്ങാപ്പാലിൽ ചക്ക നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ ഒരു ചക്ക ഒന്ന് വേവായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഒന്ന് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേവായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചക്കയും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് അരിപ്പൊടി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അരിപ്പൊടി വേവാവും. അപ്പോൾ കട്ട കിട്ടുമൊക്കെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയിൽ ഒരു 4 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നെങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അതിലുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതൊരു 10 മിനിറ്റ് എന്തായാലും ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. അതിനിപ്പോൾ ഒരു പകുതിയോളം ഇതൊന്ന് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം നമ്മളൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെങ്കിലാണ് വേഗത്തിൽ നിന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ അതുപോലെ നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കാതെ തുള്ളി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് നല്ല ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു മോൾഡിൽ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം ചൂടോടെ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഇട്ടെടുത്തതിൻ്റെ ശേഷം നമുക്കിതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ സ്പാച്ചിലും ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഈ ഒരു സ്പാച്ചിലും ആക്കി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഓർഡർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പലഹാരം ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റി വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. എന്നിപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വെടിവെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളതും 3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചക്കയുടെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇതിൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അത്രയും അടിപൊളി ഒരു പലഹാരം തന്നെയാണ്. അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.